वेलकम टू वीकेएम ट्रैवल्स। वीकेएम ट्रैवल्स के सबको स्वागत। आज बैंगलोर से रायकोटे तो एक जगह है, वो पिनिकल जा रहा हूँ। रास्ता में रायकोटे तक पहले जाके उधर से ऐसे निकालेगा और ऑन द वे हम लोग अभी निकल गया। अभी देखिए ये पूरा अच्छा रोड है। देखिए ये ओसूर बोल के जगह है, तमिलनाडु में है। कर्नाटका से हम तमिलनाडु में आ गया। ये ओसूर सिटी के अंदर हम लोग ऐसे ये पूरा पूल का നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ നമ്മളിപ്പോൾ ഒക്കേനക്കൽ പോവാണ് പോകുന്ന വഴിയിൽ. അപ്പോൾ റായ്ക്കോട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പോയി പിന്നെ അവിടുന്ന് അങ്ങനെ പോവാണ്. ഇത് ഒസൂർ മാർക്കറ്റ്. ഇത് വന്നിട്ട് വലിയ ഇത് മാർക്കറ്റും ഇതൊക്കെ ഉള്ള വലിയൊരു ഇതാണ്. ഇത് നോക്കും മാർക്കറ്റ്. ഇത് അപ്പുറത്ത് ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല, നമ്മൾ अंदर नहीं जा रहा हूँ। रेलवे स्टेशन भी ये बस स्टैंड, आउटर बस, विजन बस है, सब कुछ है। ये सिटी के अंदर नहीं जा रहा हूँ, सिटी के एक साइड से हाईवे से निकल रहा हूँ। तो थोड़े से वो उसका टच करके जा रहा हूँ। ये उसका मार्केट के एक साइड में है। ഇവിടുന്ന് നേരെ ഇപ്പം ഞങ്ങൾ ഓസൂറിന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. इधर से पहला तेनगनी कोटे बोल के एक जगह है और रायकोटे उसके बाजू में सारे वो फोर्ट है। इधर छोटा छोटा फोर्ट मेरे को लगता है पुराना है। देखिए ये पूरा ओसूर में ही, ओसूर से अभी ऐसे निकल रहा हूँ। ഞങ്ങൾ ഇവിടുന്ന് ഒസൂറിൽ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഒസൂറല്ല, ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഇപ്പോൾ ഒസൂർ കഴിയാറായി. ഈ റോഡ് നല്ല റോഡാണ്. ഇവിടുന്ന് അങ്ങനെ നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. देखिए रास्ता पूरा अच्छा रास्ता है। ये पुराना नेशनल हाईवे है। ഇത് പഴയ നാഷണൽ ഹൈവേ. ये रोड से ये सब तमिलनाडु चेन्नई तक, चेन्नई कन्याकुमारी सब जाने के यही रोड था पहले। अभी ये रोड वो साइड का नया रोड हो गया। उसके बाद ये रोड में नॉर्मल अंदर का रोड ऐसे छोड़ के रखा था। ये देखिए रोड पूरा नीट एंड क्लीन है, नीट है और कोई प्रॉब्लम नहीं है, अच्छा है. ഇവിടെ നോക്കൂ, ഞങ്ങൾ നല്ല റോഡുകളാണ്. അപ്പോൾ ഇവിടുന്ന് വന്നിട്ട് ഒസൂർ കഴിഞ്ഞ് അത് കഴിഞ്ഞ് തേൻകണി കോട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് തേൻകണി കോട്ട കഴിഞ്ഞിട്ടാണ് നമ്മൾ रायकोट ജ്യോതി പീഠം. ഇതൊരു അമ്പലമാണ്. इधर भी आपूस बहुत है ये साइड में. ഇവിടെയും നല്ല മാങ്ങ തോട്ടങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. രണ്ട് സൈഡും ഫാക്ടറികളുണ്ട്. ഇതെല്ലാം ഇവിടെ കുറേ ഇൻഡസ്ട്രിയൽ കൂടുതലാണ്. രാജാജി ജനിച്ച സ്ഥലമാണത്. विलेज साइड है. विलेज साइड में अच्छा डबल लाइन है, सिंगल लाइन नहीं है, डबल लाइन का रोड है. രണ്ട് ലൈൻ റോഡാണ്. അതുകൊണ്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്തൊക്കെയാണ്? ഹൈദരാബാദ്, ധർമ്മപുരി, പാലക്കോട്. 48 കിലോമീറ്റേഴ്സ്. റായക്കോട്ടെ 30 കിലോമീറ്റർ. ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ നല്ല കാണാൻ പറ്റുന്ന ഇഷ്ടംപോലെ അമ്പലങ്ങളാണ്, ചെറിയ ചെറിയ അമ്പലങ്ങൾ. മാങ്ങ എല്ലാം തോട്ടം, കൃഷി നിറയെ ഉണ്ട് ഇവിടെ. ഫുൾ കൃഷിയാണ്. ഏത് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കൃഷ്ണഗിരി എത്തും. അതിൻ്റെ അടുത്ത് തന്നെ കൃഷ്ണഗിരി, ധർമ്മപുരി ഒക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതിന്ന് നേരെ പോയാൽ നമ്മൾ ധർമ്മപുരിയൊക്കെ പോവാം. रोड का काम में चालू है, उसका वजह में थोड़ा നേരെ കേരളം വരെ ഉണ്ട്. റോഡിൻ്റെ വർക്ക് ഇടയിലിടയിൽ നടക്കുന്നുണ്ട്. ഇത് സൂളഗിരി അല്ലേ? ഇത് സൂളൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. സൂളൂർ അതിൻ്റെ ഇടയിൽ വരുന്ന സ്ഥലങ്ങളാണ് എല്ലാം. സൂളൂർ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്.
ചെറിയ ടൗണാണ്. ടൗൺ കഴിഞ്ഞ് ഇതെവിടെ എഴുതിയ ധർമ്മപുരി 65 കിലോമീറ്റർ. എത്ര? ആ, സെങ്കമംഗലം സൂലഗിരി. ചെറിയ ചെറിയ ടൗണ്. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ തപ്പി തമിഴ്നാട്ടിൽ അന്തരെ. सूलगिरी पुलिस स्टेशन अभी आएगा तेनकनी कोटई. उसके बाद तेनकनी कोटई भी आ गया मेरे को लगता है. उसके बाद ये वीडियो आप लोग को पसंद हो गया, सब्सक्राइब करिए, लाइक करिए, शेयर करिए. और ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതിനോടുകൂടി ഞാൻ വേറെയും അടുത്ത വീഡിയോ ഇടുന്നുണ്ട്. ये देखिए पुराना रोड है, दोनों साइड में इमली का ट्री है. ऐसा रोड बहुत कम है विलेज साइड में. थैंक यू फॉर वॉचिंग वीडियो. बाय.